നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ സം റിയൽ നമ്പേഴ്സ് എം എൻ ആൻഡ് പോസിറ്റീവ് ഇൻറ്റിജർ എ, the list a plus 1 n square m square a into n plus 1 whole square consists of 3 consecutive integers written in increasing order. What is the largest possible value of m square എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ a plus 1 n square is equal to സം k ആണ്, സം m square is equal to k plus 1 ആണ്, അതുപോലെ a into n plus 1 whole square is equal to k plus 2 ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്നറിയോ, ഈ 1ഉം 3ഉം തമ്മിലാണ് സബ്ട്രാക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ 3 - 1 ചെയ്യുക, a into n plus 1 whole square minus a plus 1 n square is equal to 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് a into n square plus 2n plus 1 minus a n square minus n square is equal to 2 എന്ന് കിട്ടും. a n square ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇത് 2an plus a minus n square is equal to 2 എന്ന് കിട്ടും. So this is n square minus 2an plus 2 minus a is equal to 0 എന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ n എന്താ നോക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ചെയ്യാമല്ലോ. ഇവിടെ ദിസ് ഇസ് n മൈനസ് a the whole square is equal to a square plus a minus 2 എന്ന് വരും. കൊള്ളാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലായി, ഈ സംഭവം ഉണ്ടല്ലോ, ഇത് a plus 2 into a minus 1 ആണല്ലോ. a plus 2 into a minus 1 ഇതൊരു ഇൻറ്റിജർ ആണ്. See, this is an integer, this is an integer, and here a എന്താണ്, again പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ഇൻറ്റിജർ തന്നെ വരണം. എന്താണ്, n മൈനസ് എ എന്ന് പറഞ്ഞ സാധനം തന്നെ വരണം, ഇൻറ്റിജർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. സോ യുവർ n is equal to എന്താ കിട്ടണം നമുക്ക് വെച്ചാൽ a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ a പ്ലസ് 2 into a മൈനസ് 1 എന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ റൂട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി എന്താവണം, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതാണ് അവിടുത്തെ കീ സ്റ്റെപ്പ് കേട്ടോ, ഇതാണ് അവിടുത്തെ ഏറ്റവും കീ സ്റ്റെപ്പ്. റൂട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി a പ്ലസ് 2 into a മൈനസ് 1 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് a സ്ക്വയർ പ്ലസ് a മൈനസ് 2 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഇതാണല്ലേ ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഇനി നമുക്ക് പരിചയമുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എ സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതുപോലെ a പ്ലസ് 1ൻ്റെ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2a പ്ലസ് 1, ഇത് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ a വാല്യൂ 2വിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ a സ്ക്വയർ പ്ലസ് a മൈനസ് 2 എന്ന് പറഞ്ഞ നമ്പർ, a സ്ക്വയറിനേക്കാളും വലുതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ a സ്ക്വയർ പ്ലസ് a മൈനസ് 2 എന്ന് പറഞ്ഞ നമ്പർ a സ്ക്വയർ പ്ലസ് 2a പ്ലസ് 1നേക്കാൾ ചെറുതുമായിരിക്കും. ചെക്ക് ചെയ്താൽ മതി. ദിസ് ക്ലിയർലി സേസ് a ഗ്രേറ്റർ ദാൻ 2. ഇതെന്താ, a സ്ക്വയർ ക്യാൻസൽ ആയി പോയി. ദിസ് സേസ് വാട്ട്, a is greater than -3 അല്ലേ. ഓക്കെ, a അങ്ങോട്ട് പോയി, a greater than -3. അപ്പോൾ ഇത് ട്രൂ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ a greater than 2 ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ കിടക്കുന്നത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഇടയിലാണ്. a സ്ക്വയറിനും a സ്ക്വയർ പ്ലസ് a മൈനസ് 2നും a പ്ലസ് 1 ഹോൾ സ്ക്വയറിന് ഇടയിലാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ ഇത് പോസിബിൾ അല്ല. രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഇടയിൽ, കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഇടയിൽ പിന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരില്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ a ഗ്രേറ്റർ ദാൻ 2 പോസിബിൾ അല്ല. അപ്പോൾ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, a അവർ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ a ആണല്ലോ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, a വാല്യൂ 1 ആവാം, അല്ലെങ്കിൽ a വാല്യൂ എന്താവാം, 2 ആവാം, ഓർ a വാല്യൂ 2. ഈ രണ്ട് പോസിബിലിറ്റി നമുക്കുള്ളൂ. സെറ്റ് അല്ലേ. ഇപ്പോൾ രണ്ട് കേസ് നമുക്കൊന്ന് പരിശോധിക്കാം. a വാല്യൂ നമുക്ക് 1 കൊടുക്കാൻ പോവാം, അപ്പോൾ a വാല്യൂ നമ്മൾ 1 കൊടുക്കുമ്പോൾ യുവർ n വാല്യൂ കംസ് ഔട്ട് ടു ബി എന്താണ്, 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 0 എന്ന് വരാം. അതായത് 1 എന്ന് വരും, n വാല്യൂ 1 കിട്ടും. അപ്പോൾ a വാല്യൂ 1 ആണ്, n വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ ആ നമ്പേഴ്സ് a1 n വാല്യൂ 1 കൊടുക്കുമ്പോൾ ആ നമ്പറുകൾ 2ഉം പിന്നെ 4ഉം ആണ്. അപ്പോൾ 2, 3, 4 ആണ് ആ നമ്പേഴ്സ്. 2, 3, 4. നമ്മുടെ m സ്ക്വയർ എന്ന് പറഞ്ഞ നമ്പർ ഇതാണ്.
എം സ്ക്വയർ എന്ന് പറഞ്ഞ നമ്പർ ഇതാണ്. ഇനി അടുത്ത പോസിബിലിറ്റി എടുക്കാം, നമ്മൾ എ വാല്യൂ 2 കൊടുക്കാൻ പോവാം. എ വാല്യൂ 2 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ്ലി യുവർ എൻ, ഈ പെട്ടിയിൽ നിന്ന് നമുക്ക് എൻ എന്താണെന്ന് എഴുതാം. യുവർ എൻ ഇസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് എ വാല്യൂ 2 കൊടുക്കാൻ പോവാണ്, പ്ലസ് ഓർ മൈനസ് √4. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടാൻ പോണത് 4 ഓർ 0 എന്നാണ് കിട്ടാൻ പോണത്. അപ്പോൾ നമ്മൾ എ വാല്യൂ 2ഉം അതുപോലെ എൻ വാല്യൂ 4 എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ കറസ്പോണ്ടിങ്ലി നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. എ വാല്യൂ 2ഉം എൻ വാല്യൂ 4 കേട്ടോ, 2ഉം 4ഉം. അപ്പോൾ 48ഉം പിന്നെ n+1 ഹോൾ സ്ക്വയർ, n+1 ഹോൾ സ്ക്വയർ 25 × 50. അപ്പം 48, 49, 50 ഇതാണ് 3 നമ്പേഴ്സ്. ഓക്കെ, ഇനി കറസ്പോണ്ടിങ്ങിൽ എ വാല്യൂ 2 കൊടുത്തു, എൻ വാല്യൂ 0 എടുത്തു. അപ്പോൾ എ വാല്യൂ ഞാൻ 2ഉം എൻ വാല്യൂ 0 കൊടുത്തപ്പോൾ ആ നമ്പറുകൾ ഫസ്റ്റ് നമ്പർ 0 ആണ്, പിന്നെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും 2 ആണ്. അപ്പോൾ 0, 1, 2 ആണ് നമ്പേഴ്സ്. അപ്പോൾ എം സ്ക്വയറിന് 3 പോസിബിൾ വാല്യൂസ് ഉണ്ട്, 1ഉം 3ഉം 49ഉം വന്നിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ വെച്ചിട്ട് വാട്ട് ഇസ് ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എം സ്ക്വയർ? ആൻസർ 49. 49 ഇസ് ദ റൈറ്റ് ആൻസർ.